പി കെ നവാസ്, വ്യക്തിപരമായി തന്നെ നവാസ് നടത്തിയിരിക്കുന്ന പ്രതികരണം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിന്റെ അതേ വാചകങ്ങളാണ് എന്ന ആരോപണം, അതിനങ്ങ് മറുപടി പറയണം. അതോടൊപ്പം ഫ്രറ്റേണിറ്റിയുമായി ചേർന്ന് നിങ്ങൾ മത്സരിച്ചിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് SFI ഉയർത്തുന്നത്. അതിന് മറുപടി പറയണം. മൗദൂദി എന്ന് ആവർത്തിച്ചു പറയുന്നതിന് കാരണമുണ്ട് എന്നാണ് SFI ഇപ്പോൾ പറയുന്നത്. അല്ല, അവരുടെ ആ മൗദൂദി എന്ന ആശയത്തിന്റെ വിളിയെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാണ്. ഒരു തെളിവ് പോലും ഇല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ അസീം മുനീർ പറയുന്ന പോലെ എന്തൊക്കെയോ വന്നിരുന്ന് വിളിച്ചു പറയാന്നല്ലാതെ അദ്ദേഹത്തിന് തന്നെ ബോധമില്ല. ഇപ്പൊ അദ്ദേഹം ഏതൊക്കെ സംഘടനയുടെ നിലപാട് പറഞ്ഞു സ്മൃതി ശ്രദ്ധിച്ചോ? SFIയുടെ നിലപാട് പറഞ്ഞു, ഫ്രറ്റേണിറ്റിയുടെ നിലപാട് പറഞ്ഞു, KSUവിന്റെ മുന്നണി നിലപാട് പറഞ്ഞു, ABVPയുടെ നിലപാടും പറഞ്ഞു. എല്ലാം പറയുന്നത് അദ്ദേഹം തന്നെയാണ്. എല്ലാത്തിൻ്റെയും സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞ വ്യക്തിപരമായ കാര്യം, ബ്രാഹ്മണ കമ്മ്യൂണിസം എന്ന് ഞാൻ ഉപയോഗിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടമെടുത്താണെന്ന്. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം വെച്ച് അദ്ദേഹത്തിന് അത്രേ പറയാൻ കഴിയൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായ പക്വതയോ ശക്തിയോ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാനൊരു ഈ ഭാഷ പറ്റില്ല. അല്ല, നീ എന്ന പ്രയോഗം എന്ന് പറഞ്ഞ സയ്യിദ് ഈ ചർച്ചയിൽ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുമ്പോൾ അല്ല, നീ എന്ന പ്രയോഗം നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ തോളിൽ കൈയിടുന്ന സമയത്ത് പറഞ്ഞോളൂ, പക്ഷേ ചർച്ചയിൽ വേണ്ട. നിങ്ങൾ ആദരണീയനായ സുഹൃത്ത്, ഞാനത് പറയട്ടെ. സാദിഖിന്റെ സമയത്ത് സാദിഖ് പറഞ്ഞോ, ഞാനത് പറയട്ടെ. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആദരണീയനായ എന്തിനാണ് നീ എന്ന് വിളിക്കുന്നത്? സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഒറ്റ മിനിറ്റ്. സയ്യിദ് മുഹമ്മദ് സാദിഖ്, എന്തിനാണ് നീ എന്ന് വിളിക്കുന്നത്? തവണ നീ എന്ന് വിളിച്ചാലും ഞാൻ ആദരണീയനും ബഹുമാന്യനുമായ എന്റെ സുഹൃത്ത് മലയാള ഭാഷയിൽ പലതുമുണ്ട്, അതെല്ലാം പ്രയോഗിക്കാൻ ഓരോ വേദിയുണ്ട്. ഇവിടെ ഒരു ചർച്ചയിൽ പരസ്പരം നിങ്ങൾ എന്ന് വിളിക്കൂ, അതല്ലേ അതിന്റെ മര്യാദ? സ്മൃതി, എന്റെ സമയം അല്ല, നേതാക്കളുടെ നിലവാരം അളക്കാൻ MSF പ്രസിഡന്റിനെ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ബ്രാഹ്മണ കമ്മ്യൂണിസം എന്ന വാക്ക് ആരുടെ ഡിസ്കോഴ്സ് ആണ്? പറഞ്ഞിട്ട് അളക്കാം. ഇടത് ഹിന്ദുത്വം എന്ന വാക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയോ ഇടത് ഹിന്ദുത്വം എന്ന്? സാദിഖ് അലി തങ്ങൾ പറയോ ഇടത് ഹിന്ദുത്വം എന്ന്? പറയുമോ? മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സംഘപരിവാരത്തിനെതിരായി ത്യാഗോജ്ജലമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിനെ വർഗീയ സംഘടനയായി കാണുന്നില്ല എന്ന് CPM പറയുന്നിടത്താണ് നിങ്ങൾ MSFനെ വർഗീയ സംഘടനയായി കാണുന്നത്. അപ്പോൾ ആ വ്യത്യാസം ചോദിക്കണ്ടേ? ഒരു മിനിറ്റ് ചോദിക്കട്ടെ. വളരെ ആധികാരികമായി ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് പഠിക്കുന്ന ആളാണല്ലോ. ചരിത്രത്തിൽ എവിടെയെങ്കിലും ബ്രാഹ്മണ കമ്മ്യൂണിസം അത് കേൾക്കട്ടെ, ഉത്തരം കേൾക്കട്ടെ. സാദിഖിന്റെ ചോദ്യം വ്യക്തമാണ്. സാദിഖിന്റെ ചോദ്യം വ്യക്തമാണ്. SFIയെ രാഷ്ട്രീയം പഠിപ്പിക്കാനും SFI നേതാക്കളുടെ നിലവാരം അളക്കാനും നവാസ് വരേണ്ടതില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാം. KSU നേതാവിന് പിന്തുണ കൊടുക്കുന്ന ശശികല ടീച്ചർക്കെതിരെ മിണ്ടാൻ ധൈര്യമില്ലാത്ത നവാസ് ആദ്യം പോയി KSUവിന് പിന്തുണ കൊടുക്കുന്ന ശശികല ടീച്ചർക്കെതിരെ രണ്ട് വർത്തമാനം പറ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP വിഭജന ദിനം നടത്തിയപ്പോ അതിനെതിരായി ശക്തമായ പോരാട്ടം നടത്തി ആ പരിപാടി തടസ്സപ്പെടുത്തിയ ആളുകളാണ് SFI. ഈ കാസർഗോഡ് കോളേജിൽ ABVPയുടെ വിഭജന ഭീതി ദിനം തടസ്സപ്പെടുത്തിയ ഞങ്ങളുമായി ABVP സഖ്യമാണെന്ന് നാണമില്ല ഇങ്ങനെ കള്ളം പറയാൻ. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ABVPയുമായി സംസ്ഥാന പ്രസിഡന്റിന്റെ വിജയിക്കാൻ പറ്റുമോ? SFI സയ്യിദ് മുഹമ്മദ് സാദിഖ്, കേൾക്കാൻ കൂടിയുള്ള ക്ഷമ വേണം. ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ക്ഷമ കാണിക്കണം. സയ്യിദ് മുഹമ്മദ് സാദിഖ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കേൾക്കാൻ കൂടി ക്ഷമ കാണിക്കൂ. ആണും പെണ്ണുമായ നേതാക്കളോട് പറഞ്ഞതുപോലെയുള്ള സംസാരവുമായി നവാസ് വരണ്ട. ഞങ്ങൾ ഈ ചർച്ചാ വേദി ഭീഷണിപ്പെടുത്താനുള്ള ഇടമല്ല. ഭീഷണിപ്പെടുത്താനുള്ള സ്ഥലമല്ല. നമുക്കൊന്ന് പറയാലോ, ഭീഷണിപ്പെടുത്താനുള്ള സ്ഥലമാണോ ചർച്ച? ഉത്തരം കേൾക്കണ്ടേ? ഞാൻ പറയാം, ഉത്തരം കേൾക്കണ്ടേ? മറുപടി പറയട്ടെ. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നവാസ് വിശദീകരിക്കട്ടെ. സയ്യിദ് മുഹമ്മദ് സാദിഖ് ഒന്ന് കേൾക്കൂ. നവാസ് ആദ്യം
ഇനി ഗോകുൽ ഗുരുവായൂരിനെ പിന്തുണച്ച ശശികല ടീച്ചറോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചത് കിട്ടിയെന്നാണ് ആദരണീയനായ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നോട് ചോദിച്ചത്. ബ്രാഹ്മണ എവിടുന്ന് കിട്ടിയാലും പ്രശ്നമില്ല, അത് ജമാഅത്തെ എവിടുന്ന് കിട്ടിയാലും പ്രശ്നമില്ല. ഇന്നത്തെ ഇന്ത്യൻ പരിചയപ്പെടുത്തി തരാം. ബ്രാഹ്മണ എസ് കെ ബിശ്വാസ് ഒന്ന് നിർത്തുന്നു. ഇയാളെന്തോന്നാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്തമില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സുഹൃത്ത് അന്തമില്ലാതെ പറയാലോ, ഒന്നും ഉണ്ടായിരിക്കും. 5 മിനിറ്റായാലും അന്തമില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്തക്കേട് നിർത്ത്. പറയുന്നത് വിവരക്കേടാൻ സ്വയം അറിയാത്തോണ്ട് അത് നിർത്ത്. വിവരക്കേട് നിർത്ത്. ഒന്ന് പറയട്ടെ. വിവരക്കേട് നിർത്തി സാധിക്കേ. അതെ അതെ, അന്തക്കേട നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്ന ഈ അന്തക്കേടല്ലേ. 5 മിനിറ്റായിട്ട് നിരന്തരമായി എന്തൊക്കെയോ വിളിച്ചു പറയും, ഒരു മാനസിക അസ്വസ്ഥനെ പോലെ. ഒന്ന് നിർത്തിയാൽ ഞാൻ പറയാം. അതെ, ഞാനൊന്ന് പറയാം. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ അത് കേൾക്കാനുള്ള മര്യാദകൾ കാണിക്കണ്ട ഭായി. ഇതെന്താണ് ഭായി? ഒരു ഉത്തരം പറയാനുള്ള സമയം അനുവദിക്കേണ്ട ഭായി. ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ? ഒരു ഉത്തരം പറയാൻ കേൾക്കണ്ട ഭായി. താങ്കൾ ചോദിച്ചല്ലോ, ചർച്ചയിൽ സമയം പോരാ. കാരശ്ശേരി മാഷ്ക്ക് എനിക്ക് സമയം പോരാന്ന് പറഞ്ഞിട്ടല്ലേ സമയം ചോദിച്ചേ. അത് ഒന്ന് എന്റെ സമയമാണ് ഭായി, എന്റെ സമയമാണ് ഭായി, എന്റെ സമയമാണ് ഭായി, എന്റെ സമയമാണ് ഭായി, എന്റെ സമയമാണ് ഭായി. ഒരു ഇത്തിരി ഉളുപ്പ് കേൾക്കുന്ന ആളുകൾക്കുള്ളത് കൊണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഒരു ഇത്തിരി ഉളുപ്പ് പ്രേക്ഷകർക്കുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഒന്നും മിണ്ടാതിരിക്കും. അതെ അതെ, ഞാനത് പറയുന്നേ. ഒന്ന് മിണ്ടാതിരിക്കാനുള്ള മര്യാദ അതില്ലല്ലോ, കേൾക്കാനുള്ള സഹിഷ്ണുത അതില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകുന്ന കരുതിയിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നാട്ടുകാർക്ക് ഇതൊക്കെ തിരിവ് സാധിക്കാം. നാട്ടുകാർക്ക് കുറെ കാലമായി കാണാൻ തുടങ്ങിയിട്ട് സാധിക്കും. ഞാൻ ഇന്നും ഇന്നലെയും ചർച്ചയിൽ നിൽക്കാൻ തുടങ്ങിയതാവും. നാട്ടുകാർ ചർച്ച കാണാൻ കുറെ കാലമായി. എല്ലാവർക്കും എനിക്ക് എന്നെ പറയാൻ കേൾക്ക്, എന്നെ കേൾക്ക്. ഞാൻ പറഞ്ഞത് കേൾക്ക്, ഞാൻ പറഞ്ഞത് കേൾക്ക്. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുക സാധിക്കേ. എന്റെ ഉത്തരത്തിന് മറുചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കേ. താങ്കളുടെ ഏത് ചോദ്യം ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾക്ക് മുമ്പിൽ ഉത്തരം കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കും. അതില്ലല്ലോ. ഹിന്ദുത്വ പ്രസ്ഥാനം എന്ന് വിളിച്ചാൽ ഞങ്ങൾ അതിനെ അങ്ങനെ അനുവദിച്ച് തരുമെന്ന് താങ്കൾ ധരിക്കണ്ട. ഞാൻ ഒരു മിനിറ്റ് സമയം തരാൻ താങ്കൾക്ക് ധൈര്യമില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പോയാൽ കുടുങ്ങിപ്പോവല്ലോ. ശരീരത്തിൽ സംഖ്യ വെച്ച് കിടക്കുന്ന ആളെന്ന് വിളിക്കാൻ താങ്കൾ ആരാ? കണ്ടിട്ടുണ്ടോ? ഒരു ഉത്തരം കേൾക്കാൻ പോലും ധൈര്യമില്ലാത്ത താങ്കളാണ് ഇവിടെ വർത്തമാനം പറയുന്നത്. വിപ്ലവ വിദ്യാർത്ഥി സംഘടന ഒരു ഉത്തരം കേൾക്കാനുള്ള നമുക്കറിയാം. ഈ ബഹളം ഇവിടെ അവസാനിക്കാൻ തോന്നില്ല. ഹരിത നേതാക്കൾക്ക് ഫണ്ട് കൊടുത്ത് തീർപ്പാക്കിയിട്ട് വിഷയത്തിലൂന്നി ചർച്ച നടത്താൻ SFI പ്രതിനിധി തയ്യാറായിട്ടില്ല. ദയവ് ചെയ്ത് അങ്ങോട്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് നവാസിന് മറുപടി പറയാനുള്ള അവസരം അങ്ങ് നൽകിയില്ല അല്ലേ? ശരി, വളരെ നന്ദി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.